ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കിയാലോ. ഇന്നത്തെ ദിവസം ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. നമ്മളൊരു ഗൈഡൻസ് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ റീഡിംഗ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളിതിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ എല്ലാവരും റിലാക്സ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോവുക. ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രകൃതിയോട് നമ്മൾ കൂടുതലായിട്ട് ഇണങ്ങുമ്പോഴാണ് നമുക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നല്ല രീതിക്ക് ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറമ്പോ സ്ഥലമോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ വല്ല മരങ്ങളോ മാവോ പ്ലാവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോയിരിക്കുക. അമ്പലങ്ങളൊക്കെ അടുത്തുള്ള ആളുകളാണെങ്കിൽ ആൽമരമാണ് ഏറ്റവും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മരം. അത് മരങ്ങളുടെ ഇടയിലിരിക്കുക. അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മരം വലിച്ചെടുക്കും. മരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങുമെന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെയായിരിക്കും നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ളൊരു റീഡിങ് കിട്ടും. അല്ല നിങ്ങളിപ്പോൾ വീട്ടിലോ ഫ്ലാറ്റിലോ അങ്ങനെ ഓഫീസിലോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾക്കൊരു ഡിസ്റ്റർബൻസും വരാത്ത രീതിയിലിരിക്കുക. എന്നിട്ട് ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കുക. മൂക്ക് വഴി ബ്രീത്ത് എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് റിലാക്സായി വായിലൂടെ റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 3 ടൈംസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡും റിലാക്സ് ആവും. ആ സമയത്ത് നിങ്ങളുടെ യൂണിവേഴ്സിനോട് നിങ്ങളുടെ ഏഞ്ചൽസ്, നമുക്ക് എല്ലാവർക്കും ഏഞ്ചൽസ് ഉണ്ട്, ഗാർഡിയൻ ഏഞ്ചലുണ്ട്. അത് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത് അപ്പം മുതൽ അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരും. പണ്ടൊക്കെ ഈ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ടെന്ന് പറയുന്ന സമയങ്ങളിൽ എനിക്ക് അനുഭവപ്പെട്ടൊരു ഇതാണ്. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അവർ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. ഏതൊരു കാര്യമായാലും ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഈ അനാറ്റമിയൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും വരയ്ക്കുമ്പോൾ ഞാൻ നന്നായിട്ട് വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അവൾക്കും വേണ്ടി ഞാൻ വരച്ചു കൊടുക്കുമായിരുന്നു. അപ്പം വരയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരുടെ റെക്കോർഡ്സ് വരച്ചിരുന്നത് ഞാനാണ്. പക്ഷേ അവർ മാർക്കിടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ലോ മാർക്കായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവർ നല്ല ഗ്രേഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും വരയ്ക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ രണ്ടിലും മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഇല്ല. കാരണം രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അവർ എന്നെ വല്ലാതെ ലൈഫിൽ ബുദ്ധിമുട്ടിച്ചൊരു സ്ത്രീയായിരുന്നു. അപ്പം ഒരു ദിവസം ഇതുപോലെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കൊരു ഡയറി എഴുതാനൊക്കെ ഉണ്ട്. അപ്പോൾ ഡയറി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ ഹിസ്റ്ററി മൊത്തം എഴുതാനും നമ്മൾ പേഷ്യനോട് സംസാരിച്ച് അവരുടെ ഹിസ്റ്ററി എടുത്തിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റിന് ഞാൻ ഹിസ്റ്ററി എടുത്തപ്പോൾ അവരെന്നെ ആ പേഷ്യൻ്റ് സൈഡിലേക്ക് ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്തു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ കാര്യം കേട്ട് വളർന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞു, നാളെ നിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അങ്ങനെ പറയുകയല്ല, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നാളെ അവർ കോളേജിൽ വരുവാണെങ്കിൽ എന്നെ എന്തോ ചെയ്യും എന്ന രീതിയിലായിരുന്നു അവരെന്നോട് റെസ്പോണ്ട് ചെയ്തത്. അപ്പം ഞാൻ അന്ന് വീട്ടിൽ പോയപ്പോൾ ഒത്തിരി ഞാൻ വിഷമിച്ചു. പക്ഷേ ഇതൊന്നും ആരോടും പറയാൻ പറ്റാവുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഗാർഡിയൻ ഏഞ്ചൽ പ്ലീസ് ഗൈഡ് മീ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അവർ നാളെ ഒന്ന് വരാതിരിക്കണേ കോളേജിൽ. അവർ വന്നു കഴിഞ്ഞാൽ എനിക്കന്ന് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കി തരാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പ്രസൻറ്റേഷൻ കൊളാവും. അങ്ങനെ ഞാൻ ആ ഗാർഡിയൻ ഏഞ്ചലിനോട് ഇങ്ങനെ, അപ്പോൾ അന്ന് കുട്ടി ആയതുകൊണ്ട് എനിക്ക് നല്ലൊരു കോളേജ് ലൈഫ് വലിയ വിവരമൊന്നും ഇല്ലല്ലോ. നമ്മൾ പൊട്ടത്തരങ്ങളൊക്കെ കാണിച്ച് കൂട്ടുന്ന ഒരു പ്രായമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ അവരുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് പോയിട്ടൊന്ന് സംസാരിക്കൂ, എന്നിട്ടൊന്ന് അവരോട് പറയുക നാളെ വരാതിരിക്കാനൊന്ന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുമെന്നൊന്ന് ചോദിക്കാമോ എന്നൊക്കെ ചോദിച്ച് ഞാനൊന്ന് കിടന്നുറങ്ങി. പക്ഷേ എന്തോ ഒരു അത്ഭുതം പോലെ പിറ്റേ ദിവസം അവർ കോളേജിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. അപ്പോൾ ഇതൊന്നും ഇല്ലേ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഇല്ലേ, അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് വേസ്റ്റായോ അങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു. പക്ഷേ ആ ഒരു പ്രസൻറ്റേഷൻ്റെ സമയമാകുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു വയറുവേദന വരും. അവരെ കോളേജിൽ നിന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം എൻ്റെ ഒരു പ്രസൻറ്റേഷൻ്റെ ടൈമിൽ അവരവിടെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. അതിൻ്റെ ശേഷം തൊട്ട് ഞാൻ ഗാർഡിയൻ ഏഞ്ചൽ എനിക്ക് വേണ്ടി അവരെ ഉപദ്രവിച്ചെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു വിശ്വാസത്തോടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് എഫക്റ്റായി എന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവരുടെ ദോഷത്തിന് വേണ്ടി ആയിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷെ എൻ്റെ ഒരു പ്രസൻറ്റേഷനിൽ അവരുണ്ടാവരുതെന്നേ പ്രാർത്ഥിച്ചുള്ളായിരുന്നു. അതെനിക്ക് സക്സസ് ആയി. അതിൻ്റെ ശേഷം പിന്നെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പല ഇഷ്യൂസ് വരുമല്ലോ. നമുക്കൊരു ഇത് കാണാതെ വരുന്നൊരവസ്ഥ വരില്ല, ഒരു ബ്ലോക്ക് പോലെ. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഗാർഡിയൻ ഏഞ്ചലിനോട് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്, ആ വ്യക്തിയുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് പോയിട്ട് ആ ഒരു ശീലം ഞാൻ ഇപ്പോഴും വിടാതെ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കതിൽ പലതിലും നല്ല ഒരു 98% എനിക്കതിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. 1-2 റിസൾട്ട് ഇല്ലാതെ പോയിട്ടുള്ളൂ. അതപ്പോൾ എൻ്റെ ഒരു അതായിരിക്കില്ല എന്ന് വിചാരിച്ച് ഞാനത് വിട്ടുകളഞ്ഞു. ശരിക്കും അത് പിന്നീട് ആലോചിക്കുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്കത് ഫ്ലോപ്പായിരുന്നെന്ന് എനിക്ക് തന്നെ റിയലായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഗാർഡിയൻ ഏഞ്ചൽ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യത്തിലും. അതിന് ശേഷമാണ് ഞാൻ ഈ ഏഞ്ചൽസ് റീഡിങ് പഠിച്ചത്. ഏഞ്ചൽസ് റീഡിങ് പഠിച്ചതിന് ശേഷം ഞാനിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ ശരിക്കും ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എടുക്കാറുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന രീതിക്ക് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ എൻ്റെ ലൈഫിലൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്ന സമയത്തും ഞാൻ ഇതിൽ ഗൈഡൻസ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഈ ഒരു ടൈമിൽ അതിൻ്റെ ഇതല്ല, എനിക്കൊരു ഹീലിംഗ് പീരിയഡാണ്, അപ്പോൾ അതിന് എനിക്ക് ടൈം എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റേതായ വഴിക്ക് വിട്ടു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് കരഞ്ഞ് വിഷമിച്ച് അതിൻ്റെ പിറകെ പോയിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഒരു ഇത് പഠിച്ചതിന് ശേഷം ഞാൻ അതിൻ്റേതായ രീതിക്ക് വിട്ടു. പിന്നീട് ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ ഒരു ബ്രേക്കപ്പ് അവിടെ നിന്ന് മാറിക്കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട് നമ്മൾ എന്താണോ നമ്മളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ മുതലാണ് നമ്മുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പം നമുക്കൊരു അനുഭവം ഇല്ലാത്തൊരു വസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ട് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുമായിരിക്കും, കുറേ യൂട്യൂബിൽ കുറേ ലൈക്ക് കമൻറ്റ് അങ്ങനെ കിട്ടുമായിരിക്കും. പക്ഷെ നമുക്ക് ലൈഫിൽ അതൊരു നെഗറ്റീവാണ് അല്ലേ. നമ്മളിപ്പം ഉറപ്പില്ലാത്തൊരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൂടി കുഴി ചാടി കഴിഞ്ഞാൽ കർമ്മയുടെ ഒരു ഇതില്ലേ, അതിൽ നമ്മൾ വല്ലാതെ പെട്ടും. കർമ്മ കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിച്ചാലേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഏഞ്ചൽസ് റീഡിങ്ങിൽ എനിക്ക് ഒത്തിരി വിശ്വാസമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഗൈഡൻസ് നോക്കാം. അപ്പം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എല്ലാവരും ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക, എന്നിട്ട് റീഡിങ്ങിലേക്ക് ഇരിക്കുക. അപ്പം നിങ്ങളുടെ ഏത് വിശ്വാസത്തിലുള്ളവരാണോ ആ ഒരു വിശ്വാസത്തിലൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഗൈഡൻസ് ഏഞ്ചൽസിനോട് ചോദിക്കുക. ഇത് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് തന്നെ ഏഞ്ചൽസ് പറഞ്ഞു തരും. ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്തായാലും സക്സസ്സിലേക്ക് ആവുള്ളൂ. പിന്നെ സെൽഫ് കെയറിന് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. മെത്തേഡല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. അപ്പോൾ ആ ബോഡി പരിശുദ്ധമായിട്ട് കൊണ്ടു നടക്കണം എന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു ബോഡി വെച്ച് പല കോപ്രായങ്ങളും യൂട്യൂബിൽ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ കർമ്മ കിട്ടും. അപ്പോൾ ആ ഒരു നെഗറ്റീവ് സെൻസിലേക്കൊക്കെ നിങ്ങൾ വീഴാതിരിക്കുക. നിങ്ങൾ മാക്സിമം അങ്ങനത്തെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. നമ്മുടെ കണ്ണുകൊണ്ടൊന്നും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്കൊരു ലൈഫ് ദൈവം തന്നിട്ടുണ്ട്. ആ ലൈഫ് കുറച്ച് സമയം നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് നമുക്ക് ഓർമ്മ വയ്ക്കുന്ന നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായം എത്രയാണ്? ഒരു 18 ആകുമ്പോഴല്ലേ നമ്മൾ കുറച്ചൊക്കെയും കൂടി ഒരു മെച്യൂരിറ്റി ആകും. 18 മെച്യൂരിറ്റി ആവാതെ 30s-ലും 40s-ലും മെച്യൂരിറ്റി ആവുന്നവരുണ്ട്. പക്ഷേ ഏജ് ലിമിറ്റ് പറയുമ്പോൾ നമുക്കൊരു 20 to 50 വരെ എടുക്കാം. അപ്പോൾ ഒരു കുറച്ച് സമയമേ അതുള്ളൂ. ഈ കൊല്ലം പെട്ടെന്ന് ഇപ്പോൾ 2025 ന്യൂ ഇയർ ആഘോഷിച്ചതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ എത്ര പെട്ടെന്ന് നമ്മൾ 2026-ലേക്ക് പോയി. അതുകൊണ്ട് ലൈഫ് കുറച്ചേ ഉള്ളൂ. ആ ലൈഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് ജീവിക്കുക. ആ ഒരു നമുക്ക് 7 ബർത്താണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ എത്രാമത്തെ ബർത്താണെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അത് 7ാമത്തെ ബർത്താണെങ്കിൽ നമുക്ക് ഇനി ഒരു ബർത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതൊക്കെ വിചാരിച്ച് നിങ്ങൾ ഉള്ള ലൈഫ് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക.
നമുക്ക് കൂടുതൽ ഞാൻ സംസാരിച്ച് ബോറടിപ്പിച്ച് നിങ്ങളെ റീഡിങ്സ് നിന്ന് വഴിതെറ്റിക്കുന്നില്ല. നമുക്ക് റീഡിങ്സിലേക്ക് പോകാം. അപ്പം എല്ലാവരും ഡീപ്പ് ബ്രീത്ത് എടുത്ത് റിലാക്സ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് us, the viewers who is watching this video. Angels please guide us. Angels please guide the viewers who is watching this video. Angels please guide us who is watching this video. Angels please watching this video. Please guide us. അപ്പം നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് ഗൈഡൻസ് ഇതാണ്. അപ്പം നമുക്ക് ഈ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. നമുക്ക് റീഡിങ്സ് നോക്കിയാലോ? ഓക്കെ. മെഡിറ്റേഷൻസ് ബ്രിങ്സ് ആൻസർ. വാവ്, നല്ലൊരു കാർഡാട്ടോ. മെഡിറ്റേഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ കാർഡ്? മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ 7 ചക്രാസ് മെഡിറ്റേഷൻ്റെ കാര്യം പറയാറുണ്ട്. കാരണം എനിക്ക് പലരും ഹീലാവണം എന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഏഞ്ചൽസ് എനിക്ക് ഈ ഒരു കാർഡ് തന്നെ തന്ന് ഹെൽപ്പ് ചെയ്തു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും ഈ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് ഈ മെഡിറ്റേഷൻ വഴി ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വീഡിയോ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ 7 ചക്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. എനിക്ക് അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും പഠിപ്പിച്ച് തരാൻ അറിയത്തില്ല. എനിക്ക് ഒരാളെ പഠിപ്പിച്ച് റെഡിയാക്കാൻ അറിയത്തില്ല. എനിക്ക് പറഞ്ഞു തരാനേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ 7 ചക്രാസിൻ്റെ വീഡിയോസ് ഏതാണോ നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത് അത് ഏതെങ്കിലും ഒരു യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ മാക്സിമം ചെയ്യുക. ജീവിതത്തിൽ ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. 5-10 മിനിറ്റേ വരുന്നുള്ളൊരു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്. അത് നിങ്ങൾ കൂടുതലൊരു ഏർലി മോർണിംഗ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഇതിന് ടൈമിംഗ് ഒന്നും ഇല്ല കേട്ടോ. 7 ചക്രാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത് ഏർലി മോർണിംഗ്. കാരണം ഏർലി മോർണിംഗ് എന്ന് പറയുന്ന ഒരു 3 AM തൊട്ടിട്ട് ഒരു 6 AM വരെയുള്ള സമയത്ത് നമ്മൾ ദൈവത്തിലോട് പ്രാർത്ഥിക്കുന്ന നല്ലൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹം ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് എന്തായാലും നിങ്ങൾക്ക് അതിനുള്ളൊരു ആൻസർ തരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലൂടെ നിങ്ങളിലേക്ക് അതിനുള്ള കറക്റ്റ് ഉത്തരം കൊണ്ടുതരും. എന്നിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് അതൊരു രീതിയിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഒരുപാട് രീതിയിൽ യൂണിവേഴ്സ് നിങ്ങളായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ്സ് ഒഴിഞ്ഞു മാറി നിങ്ങളൊരു പോസിറ്റീവ് എനർജി ആയിട്ട് മാറും. പോസിറ്റീവ് ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ ടാരോട്ട് റീഡിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന നമ്മളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതാണ് ഈ ടാരോട്ട് റീഡിങ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ റിലാക്സ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ ലഭിക്കും. പിന്നെ അത് മാത്രമല്ല, പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിക്ക് ഈ യൂണിവേഴ്സിൽ നിന്ന് എന്തൊരു കാര്യം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കാർഡിലേക്ക് പോയാലോ? മെഡിറ്റേഷൻ്റെ ഈ ഒരു കാർഡിൻ്റെ മീനിങ് എന്താണ്? ഈ ഒരു കാർഡിൽ ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല ചോദ്യങ്ങളുണ്ട്. അത് എന്തോ റിലേറ്റഡ് ആയിക്കോട്ടെ. നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആവാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആവാം, നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങളുടെ കരിയർ, എങ്ങനെ നിങ്ങൾ ഏത് രീതിയിലുള്ള കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട്? അതാണ് നിങ്ങളുടെ മെയിൻ ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിന്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്, അങ്ങനെ സ്റ്റേജസ് ഉണ്ട് മൈൻഡിൽ. അപ്പോൾ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. ആ ഒരു ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്തതാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരം നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹം എന്താണെന്നോ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്നോ നിങ്ങളുടെ സോള് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു
ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ രാത്രി ഉറങ്ങുകയാണെന്ന് വിചാരിച്ചോ, ആ ഉറങ്ങുന്ന സമയങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച ശേഖരിക്കാനും കഴിയും. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്കായി പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അവ നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന മനസ്സിന് ലഭ്യമല്ല. അപ്പോൾ എന്താണ് ഇത് ഉണർന്നിരിക്കാത്ത സമയത്ത് ഉറക്കത്തിൽ, പക്ഷെ ഇപ്പം നിങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടത്തൊന്നുമില്ല. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് റിലാക്സായി നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജി മാറുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നൈറ്റ് ഉറങ്ങുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോസ് കണ്ടിരിക്കുന്നതിൽ എത്ര പേര് രാത്രി 3 മണി ആ ഒരു ടൈം ആകുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേൽക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ എഴുന്നേൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് നിങ്ങളെ ഡിവൈൻ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു 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 പ്രോബ്ലം വരാൻ ഉള്ള ആ ഒരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം വരാൻ പോകുമ്പോൾ അത് നിങ്ങളെ ഡിവൈൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ ഒരു ടൈമിലുള്ള നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ചിലർ ആ ടോയ്ലറ്റിൽ പോയി വന്ന് കിടന്നുറങ്ങും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഡിവൈൻ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡിവൈനോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിലുള്ള ദൈവത്തോട് നിങ്ങൾ ആ ഒരു സമയം പ്രാർത്ഥിച്ചിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം. അപ്പോൾ ഈ മെഡിറ്റേഷൻ 7 ചക്രാസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ സ്വപ്നത്തിലൂടെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും ലഭിക്കും. ചില സമയങ്ങളിൽ നിങ്ങൾ ഉണർന്നു പോകും. കാരണം നിങ്ങളോട് അപ്പോൾ ഡിവൈന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതിൽ ക്രിസ്ത്യൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ബൈബിൾ വായിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഹിന്ദുസ് ആണെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥം, പിന്നെ അതുപോലെ മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥം ഖുർആൻ, അങ്ങനെയുള്ള നിങ്ങളുടെ എന്താണോ അത് നിങ്ങൾ വായിക്കുക. അതിലൂടെ ഡിവൈൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നതിന് ഒരു 100% ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്ന് നിങ്ങളുടെ ലൈഫ് സക്സസ് ആക്കട്ടെ എന്ന് നല്ല സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു കാർഡ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹം ഇതായിരുന്നു. കാരണം ഞാൻ ഇങ്ങനൊരു എയിം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. എനിക്ക് ഒത്തിരി പേരെ ഹീൽ അയക്കണം. അപ്പോൾ ഹീൽ അയക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൗൺസിലിങ്ങിന് പോകും, അങ്ങനെ പല കാര്യങ്ങളില്ലേ. പക്ഷെ നമുക്കിപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലും അവർ പറയുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ പറയുന്നത് നമ്മൾ ഈ ചെവിയുടെ കേട്ട് ഈ ചെവിയിലൂടെ വിടുക, അത്ര ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ കുറേ പേരെ കൗൺസിലിംഗ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അപ്പോൾ അതിലൂടെ എനിക്കും മനസ്സിലായൊരു മെത്തേഡാണ്, ഒരു കാര്യം അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിനൊരു എഫക്റ്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കാമായിരിക്കണം. അല്ലാതെ നിങ്ങളത് ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടുക. അപ്പോൾ ഈ 7 ചക്രാസ് നിങ്ങളുടെ ചക്രാസ് ആക്ടിവേറ്റ് ആകുമ്പോൾ ഞാൻ വിചാരിച്ചൊരു രീതിക്ക് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോഴേ ഞാൻ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുള്ളൂ. ഇപ്പം ഈ പ്രണയിക്കുന്നവരോട് നമ്മളിപ്പോൾ അവൻ ശരിയല്ല അവൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ലല്ലോ. പക്ഷെ നമുക്കൊരു അനുഭവം വരുമ്പോൾ നമ്മളത് പഠിക്കും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങളത് അംഗീകരിക്കില്ല. പക്ഷേ ഈ ഒരു കാർഡ്സ് വഴി യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾ അയ്യോ അന്ന് ആ ഒരു കാർഡ് വഴി എനിക്ക് ആ റീഡിങ് കിട്ടിയായിരുന്നല്ലോ, ഞാനത് അന്ന് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റില്ലായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ആരും ആവല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്തെടുക്കുക, നെഗറ്റീവ്സ് നിങ്ങളിൽ നിന്ന് പോവട്ടെ. ഏറ്റവും നിങ്ങളുടെ എന്തോ പ്രോബ്ലം എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റിലാക്സേഷൻ. അപ്പോൾ ചക്രാസിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ചക്ര ഏതാണോ അത് ആക്ടിവേറ്റ് ആകുമ്പോൾ അവിടുത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷനും ഒക്കെ അനുഭവിച്ച് നിങ്ങൾ ഒത്തിരി ലോ ലെവലായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജിയാണ് കയറുന്നത്. അപ്പോൾ ചക്രാസ് ആക്ടിവേറ്റ് ആകുമ്പോൾ ആ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബ്ലോക്ക് എന്താണോ അത് റിലീസായി പോകും. അങ്ങനെ പോകുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. പിന്നെ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ഓക്കെ ആവുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനും
ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫ് സക്സസ് ആവാൻ ഞാനും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റീഡിങ് കേൾക്കുന്ന എല്ലാവരും നല്ലൊരു ലൈഫിൽ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമോ ലൈഫ് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പ് ചെയ്യാം. ടാരോട്ട് റീഡിങ് ആണെങ്കിൽ പേയ്മെൻ്റ് ഉണ്ട്. ഏഞ്ചൽസ് ഗൈഡൻസ് ഞാൻ പേയ്മെൻ്റ് ഒരിക്കലും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്നോട് ഗൈഡൻസ് ചോദിക്കാം. ലൈവിലും ഞാൻ ഏഞ്ചൽസ് ഗൈഡൻസ് ചെയ്യുന്നതായിരിക്കും. ടാറോട്ടിനാകുമ്പോൾ അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ്. ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ ഈ ദക്ഷിണ എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ടാരോട്ട് റീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. ഏഞ്ചൽസ് റീഡിങ്ങിനും വാട്സപ്പ് ചെയ്യുക. ലൈവ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.